Hey guys, I am Ramshad. സോ നമ്മൾ നമ്മുടെ ജി എസ് ടിയിലെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ നെയിമാണ് സപ്ലൈ. നമുക്കറിയാം സപ്ലൈ കേട്ട് പരിചയം ഉണ്ടാവും. ജി എസ് ടിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് സപ്ലൈ. എക്സാമിനൊക്കെ അധികം ഇമ്പോർട്ടന്റ് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. സോ നമുക്ക് സപ്ലൈ എന്നുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കി നോക്കാം. അറിയാം ജി എസ് ടി ഇംപ്ലിമെന്റ് ചെയ്തത് എന്നാണ് 2017 ജൂലൈ 1 ജി എസ് ടി ഇംപ്ലിമെന്റ് ചെയ്തത് അല്ലെ? എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഈ 2017 ജൂലൈ 1 ജി എസ് ടി വരുന്ന സമയത്ത് അതിനു മുമ്പായിട്ട്, അതായത് ജൂലൈ 31 എന്ന് പറയുമ്പോൾ 2017 ജൂൺ 30 മുമ്പായിട്ട് ജി എസ് ടി ഇല്ലാത്ത കാലത്ത് അതെന്തായിരുന്നു അവസ്ഥ? നിങ്ങൾക്കറിയോ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അന്ന് ജി എസ് ടി വരുന്നതിന് മുമ്പായിട്ട് എന്തായിരിക്കും അവസ്ഥ? നമുക്ക് നോക്കി നോക്കാം അല്ലെ. ജി എസ് ടി വരുന്നതിന് മുമ്പായിട്ട് ഇപ്പോ അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്കൊരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും അല്ലെ? അതായത് ഈ ബിസിനസ്സിൽ ഒരുപാട് ഇവന്റ്സ് നടക്കുന്നുണ്ടാവും. എന്തൊക്കെയായിരിക്കും ബിസിനസ്സിൽ നടക്കുന്ന ഇവന്റ്സ്? ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പറയാം? ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്. നമ്മുടെ ഒരു ബിസിനസ്സിൽ നടക്കുന്ന കാര്യമല്ലേ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാം. അതുപോലെ മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാം? മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ് അല്ലെ? ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇതെന്താണ്? ബിസിനസ്സിൽ നടക്കുന്ന ഒരു ഇവന്റ് അല്ലേ? പിന്നെന്താണ്? ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുക പറഞ്ഞു, മാനുഫാക്ചർ ചെയ്യുക പറഞ്ഞു, പിന്നെ ട്രേഡിങ് നടക്കുന്നുണ്ടാവും. ഗുഡ്സിന്റെ ട്രേഡിങ് നടക്കുന്നുണ്ടാവും അല്ലെ? ട്രേഡിങ് ഓഫ് ഗുഡ്സ്. യെസ്. അപ്പോ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്, മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ്, ട്രേഡിങ് ഓഫ് ഗുഡ്സ്, ഇതൊക്കെ ബിസിനസ്സിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളാണ്. നമുക്ക് നോർമലി കോമൺ സെൻസ് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ബിസിനസ് ഇവന്റ്സ് എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ബിസിനസ് ഇവന്റ്സ് എന്ന് വിളിക്കാം. എന്നാൽ ഇത് എന്ന് പറയുന്നത് 2017 ജൂലൈ 1 മുമ്പ് നമുക്ക് ഈ ഒരു കാര്യങ്ങളെ ബിസിനസ് ഇവന്റ്സ് എന്ന് വിളിക്കാം. എന്നാൽ ഈ ഒരു ഇവന്റിൽ നമുക്ക് ജി എസ് ടിയുടെ ടാക്സിന്റെ ലയബിലിറ്റി വരുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാണ്, നമ്മൾ അതിന്റെ പുറത്ത് ടാക്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാണ്, നമുക്ക് അതിന്റെ പുറത്ത് ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട്. ഓക്കെ. നമ്മൾ ഗുഡ്സ് വാങ്ങും വിൽക്കുകയൊക്കെ ചെയ്യാണ്, നമുക്ക് അവിടെ ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട്, ജി എസ് ടി വരുന്നുണ്ട്. അങ്ങനെ ജി എസ് ടി വരുന്ന ഇവന്റുകളെ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് വിളിക്കാം? അതിനൊരു പേരിട്ട് വിളിക്കാം, ടാക്സബിൾ ഇവന്റ് എന്ന് വിളിക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടാക്സബിൾ ഇവന്റ്സ് എന്ന് വിളിക്കാം. അപ്പോ ബിസിനസ്സിൽ നടക്കുന്ന ഇവന്റ്സിനെ ബിസിനസ് ഇവന്റ്സ് എന്ന് വിളിക്കാം. അതിന്റെ കൂടെ നമുക്ക് അതിന് ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ സിമ്പിൾ ആയിട്ട് എന്ത് വിളിക്കാം? ടാക്സബിൾ ഇവന്റ്സ് എന്ന് വിളിക്കാം. ഓക്കെ ആണോ? അപ്പോ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ പുറത്ത് ടാക്സ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം? ടാക്സബിൾ ഇവന്റ് എന്ന് വിളിക്കാം. ഓക്കെ ആണോ? ഗുഡ്സ് മാനുഫാക്ചറിങ് ചെയ്യാണ്, അതിന്റെ പുറത്ത് നമുക്ക് ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ട്, നമുക്ക് അതിനെന്ത് വിളിക്കാം? ആ ഒരു ഇവന്റിനെ ടാക്സബിൾ ഇവന്റ് എന്ന് വിളിക്കാം. ഓക്കെ ആണോ? എന്നാൽ ഈ 2017 ജൂലൈ 1 കൂടി ജി എസ് ടി ഇംപ്ലിമെന്റ് ചെയ്യാണ്, ഗവൺമെന്റ് ജി എസ് ടി ഇംപ്ലിമെന്റ് ചെയ്യാണ്. ആ ഒരു സമയത്ത് ഈ പറയുന്ന ടാക്സബിൾ ഇവന്റ് ഉണ്ടല്ലോ, ഈ പറയുന്ന ടാക്സബിൾ ഇവന്റ് എല്ലാം കൂടി ഒരുമിച്ച് എന്താവാണ്? അതിനെ നമുക്ക് ഒരു പേരിട്ട് വിളിക്കാം. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ജി എസ് ടിയിലെ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സപ്ലൈ എന്ന് നമുക്ക് എന്ത് വിളിക്കാം? ഇതിനെ വിളിക്കാം. ഓക്കെ ആണോ? ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? സപ്ലൈ എന്ന് ഒരുമിച്ച് പേരിട്ട് വിളിക്കാം. അത് ഓക്കെ ആണോ? മനസ്സിലായോ? ഇതിനെ സിമ്പിൾ ആയിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ 2017 ജൂലൈ 1 മുതൽ ടാക്സബിൾ ഇവന്റ് എല്ലാം ഒരുമിച്ച് കൂടി എന്തായി? അത് സപ്ലൈ ആയി മാറി. ഓക്കെ ആണോ? അപ്പോ സപ്ലൈ നടക്കുന്ന സമയത്താണ് എന്ത് വരുന്നത്? നമുക്ക് ജി എസ് ടി വരുന്നത്. മനസ്സിലായോ? സപ്ലൈ നടക്കുന്ന സമയത്താണ് നമുക്ക് ജി എസ് ടിയുടെ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോ ഒരു ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ജി എസ് ടിയുടെ ലയബിലിറ്റി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനെന്ത് വിളിക്കാം? സപ്ലൈ എന്ന് വിളിക്കാം.
ഓക്കെ അല്ലേ? അവിടെ GSTയുടെ ലയബിലിറ്റി വരുന്നുണ്ട്. അപ്പൊ സപ്ലൈ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതായത് സപ്ലൈ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? സിമ്പിൾ അല്ലേ? യെസ്. നമുക്ക് ഇതിനെ ടാക്സബിൾ ഇവന്റ് നടക്കുമ്പോൾ അതിന് നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? സപ്ലൈ എന്ന പേരിട്ട് വിളിക്കാം. അപ്പോ സപ്ലൈ നടക്കുമ്പോഴാണ് എന്ത് വരുന്നത്? GST വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ചാപ്റ്ററിലോട്ട് തന്നെ വരാം. ചാപ്റ്ററിന്റെ പേരാണ് സപ്ലൈ. സപ്ലൈ എങ്ങനെയാ വന്നതെന്നുള്ളത് മനസ്സിലായല്ലോ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സപ്ലൈ എന്ന് പറയുന്ന ഇത് ഏത് ആക്ടിനകത്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയോ? നമുക്ക് ഒരുപാട് ആക്ട് ഉണ്ട്. CGST ആക്ട് ഉണ്ട്, IGST ആക്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആക്ട്സ് വരുന്നുണ്ട്. ഈ സപ്ലൈ എന്ന് പറയുന്ന ചാപ്റ്റർ CGST ആക്ടിനകത്താണ് വരുന്നത്. CGST ആക്ടിനകത്താണ് വരുന്നത്. ഓക്കെ. CGST ആക്ടിനകത്ത് സെക്ഷൻ 7 അകത്താണ് സപ്ലൈ എന്നതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? യെസ്. അപ്പൊ നമുക്കറിയാം CGST ആക്ടിനകത്ത് സെക്ഷൻ 7 സപ്ലൈനെ പറ്റി പറയുന്നത്. അതിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സപ്ലൈയുടെ മീനിങ് പറയുന്നുണ്ട്. സപ്ലൈയുടെ മീനിങ് ആണ് CGST ആക്ട് സെക്ഷൻ അകത്ത് പറയുന്നത്. മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് സപ്ലൈ. മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് സപ്ലൈ ഇതാണ് സെക്ഷൻ 7 അകത്ത് പറയുന്നത്. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സെക്ഷൻ 7 എന്ന് പറയുന്നതിനെ തന്നെ പിന്നീട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സെക്ഷൻ 7 എന്ന് പറയുന്നതിനെ പിന്നീട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ ഈ പറയുന്ന സപ്ലൈ എന്ന് പറയുന്ന സെക്ഷൻ 7 പിന്നീട് 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇവിടെ കാണാം. സബ്സെക്ഷൻ 1, അതുപോലെ സബ്സെക്ഷൻ 1A, അതുപോലെ സബ്സെക്ഷൻ 2. ഇങ്ങനെ 3 സബ്സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെന്താണ്? സബ്സെക്ഷൻ ആണ്. ഓക്കെ ആണോ? നമ്മൾ പഠിച്ചിട്ടില്ലേ സബ്സെക്ഷൻസ്? അതിനെ സെക്ഷൻ 7 സബ്സെക്ഷൻ 1, സബ്സെക്ഷൻ 1A, സബ്സെക്ഷൻ 2 ഇങ്ങനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതിന് 3-നകത്തും ഓരോ കാര്യങ്ങളാണ്, സപ്ലൈനെ പറ്റിയുള്ള ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് ഇതിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും സിമ്പിൾ ആയിട്ട് നോക്കി വെക്കാം. ഓക്കെ. സബ്സെക്ഷൻ 1-നകത്ത്, അതായത് സെക്ഷൻ 7 സബ്സെക്ഷൻ 1-നകത്ത് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സപ്ലൈയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ആണ് എന്നുള്ളതാണ് സബ്സെക്ഷൻ 1-നകത്ത് പറയുന്നത്. ഓക്കെ. 1A-ക്കകത്ത് എന്താ പറയുന്നതെന്ന് അറിയോ? 1A-ക്കകത്ത് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സപ്ലൈ ഉണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് സപ്ലൈ, അതായത് എന്തെല്ലാം കാര്യങ്ങൾ സപ്ലൈ ചെയ്താൽ അത് ഗുഡ്സ് ആണ്, എന്തെല്ലാം സപ്ലൈ ഓഫ് സർവീസ് ആണ്, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് ഇതിനകത്ത് പറയുന്നത് സബ്സെക്ഷൻ 1A-ക്കകത്ത് പറയുന്നത്. ഓക്കെ. ദെൻ അടുത്തൊരു സബ്സെക്ഷൻ വരുന്നുണ്ട് സബ്സെക്ഷൻ 2-ലെ 1A2. 2-നകത്ത് പറയുന്നത് സപ്ലൈയിൽ എന്തെല്ലാം കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ആണ്, അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും എന്തല്ല? സപ്ലൈ അല്ല. അപ്പൊ അവിടെ എന്ത് വരില്ല? GSTയുടെ ആപ്ലിക്കേഷൻ വരില്ല. മനസ്സിലായോ? ഇവിടെ 1-നകത്ത് എന്താ പറയുന്നത്? ഇൻക്ലൂഡ് ആണ്. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ സപ്ലൈ ആണ്. അതുകൊണ്ട് ആ പറയുന്ന കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? GST വരും. മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് സെക്ഷൻ 7 സിമ്പിൾ ആയിട്ട് 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഇതെല്ലാവർക്കും മനസ്സിലായോ? സിമ്പിൾ അല്ലടാ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പഠിച്ച സബ്സെക്ഷൻ 1, 1A2 ഇതിനെ വീണ്ടും സബ് ക്ലോസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആരും കൺഫ്യൂഷൻ ആവണ്ട, സിമ്പിളായി ഞാൻ പറഞ്ഞുതരാം. സബ്സെക്ഷൻ 1, അതായത് നമുക്കൊന്നുകൂടെ പറയാം. സെക്ഷൻ 7 സബ്സെക്ഷൻ 1, സെക്ഷൻ 7 സബ്സെക്ഷൻ എന്ത് പറയാം? 1-നെ പിന്നീട് 4 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സബ്സെക്ഷൻ എന്താണ്? 1. സബ്സെക്ഷൻ 1-നെ പിന്നീട് 4 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന സബ്സെക്ഷൻ ഇല്ലേ, ഇതിനെ 1-നെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? 4 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ നമുക്ക് സബ് ക്ലോസ് എന്ന് പേരിട്ട് വിളിക്കാം. ഏതൊക്കെയാണ് സബ് ക്ലോസ് നോക്കിയാലോ? സബ് ക്ലോസ് A വരുന്നുണ്ട്, പിന്നെ സബ് ക്ലോസ് A വരുന്നുണ്ട്, പിന്നെ സബ് ക്ലോസ് B വരുന്നുണ്ട്,
പിന്നീട് ഒരു സബ് ക്ലോസ് കൂടെ വരുന്നുണ്ട്, ലാസ്റ്റ് സബ് ക്ലോസ് സി വരുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പൊ എന്താ പറഞ്ഞേ? സെക്ഷൻ 7 സബ്സെക്ഷൻ 1. സബ്സെക്ഷൻ 1 എന്താടാ? സപ്ലൈയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ആണ് എന്ന് പറയുന്നതാണ് സബ്സെക്ഷൻ 1. ഇതിനെ വീണ്ടും 4ആയിട്ട് സബ് ക്ലോസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന 4 കാര്യത്തിലും എന്തായിരിക്കും? സപ്ലൈയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ആണ് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? സപ്ലൈ ആണ്. GSTയുടെ ആപ്ലിക്കേഷൻ വരും. മനസ്സിലായോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സബ്സെക്ഷൻ 1A, ഇത് സബ് ക്ലോസ് എ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ ആണോ? ഓക്കെ, അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ സെക്ഷൻ 7 സബ്സെക്ഷൻ 1നെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് സപ്ലൈയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ആണ് എന്നുള്ളതിനെ 4 സബ് ക്ലോസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഏത് സബ്സെക്ഷൻ 2 ഇതിനകത്ത് എന്താ പറയുന്നത്? എക്സ്ക്ലൂഡ് ആണ് പറയുന്നത്. സബ്സെക്ഷൻ 2-നകത്ത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും സപ്ലൈക്കകത്ത് ഇൻക്ലൂഡ് അല്ല, എക്സ്ക്ലൂഡ് ആണ്. ഇതൊന്നും എന്തല്ല, സപ്ലൈ അല്ല. ഓക്കെ, ഇതിനെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സബ് ക്ലോസ് എ വരുന്നുണ്ട്, അതുപോലെ സബ് ക്ലോസ് ബി വരുന്നുണ്ട്. ഓക്കെ ആണോ? സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നോക്കൂ, സബ്സെക്ഷൻ 1 ഇൻക്ലൂഡ് എന്ന് പറയുന്നതിനെ 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സബ് ക്ലോസ് എ, സബ് ക്ലോസ് എ, സബ് ക്ലോസ് ബി, സബ് ക്ലോസ് സി. അതിലൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സെക്ഷൻ 2 എന്താ? എക്സ്ക്ലൂഡ് ആണ്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും എന്തല്ല, സപ്ലൈക്കകത്ത് ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇതൊന്നും സപ്ലൈ അല്ല. ഏതൊക്കെ പറയുന്നത്? സബ് ക്ലോസ് എക്കകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, സബ് ക്ലോസ് ബിക്കകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിനു മുമ്പായിട്ട് നമുക്ക് ഇതൊക്കെ സെക്ഷൻസ് ആണ് വരുന്നത്. നമുക്ക് സപ്ലൈക്കകത്ത് ഇത് വരുന്നുണ്ട്, ഷെഡ്യൂൾസ് വരുന്നുണ്ട്. ഈ ഒരു ചാപ്റ്ററിനകത്ത് 3 ഷെഡ്യൂള് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ 3 ഷെഡ്യൂള് എന്താന്നുള്ളത് അറിയണം. അതിൽ ഒന്നാമത്തെ ഷെഡ്യൂള് എന്ന് പറയുന്നത് സബ്സെക്ഷൻ 1-നകത്ത് സബ് ക്ലോസ് സി ആണ്. അതായത് ഇതിനകത്ത് പറയുന്നു ഷെഡ്യൂൾ 1 ആണ് ഇതുവരെ പറയുന്നത്. ഓക്കെ ആണോ? സബ് ക്ലോസ് സിക്കകത്ത് ഷെഡ്യൂൾ 1 ആണ് പറയുന്നത്. ഈ ഷെഡ്യൂൾ 1-ൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ എന്താണ്? നമുക്ക് സപ്ലൈ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. ഓക്കെ ആണോ? ഡീംഡ് സപ്ലൈ എന്ന് വിളിക്കും. സപ്ലൈ ആയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ട്രീറ്റ് ചെയ്യും. അതുപോലെ ഷെഡ്യൂൾ 2 വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1A-ക്കകത്താണ് വരുന്നത്. സബ്സെക്ഷൻ 1A-ക്കകത്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സപ്ലൈ. അതിനകത്താണ് എന്ത് പറയുന്നത്? ഷെഡ്യൂൾ 2 പറയുന്നത്. പിന്നെ ഷെഡ്യൂൾ 3 പറയുന്നത് എവിടെ വെച്ച് കഴിഞ്ഞാല് സബ്സെക്ഷൻ 2-ലെ എക്സ്ക്ലൂഡ്. ഇതിനകത്ത് സബ് ക്ലോസ് എ വരുന്നില്ലേ? ഇതിനകത്താണ് എന്ത് പറയുന്നത്? ഷെഡ്യൂൾ 3-നെ പറ്റി പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെ 3 ഷെഡ്യൂള് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ ആണോ? 3 ഷെഡ്യൂള് നമുക്ക് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സപ്ലൈ ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇതാണ് സപ്ലൈയുടെ ഒരു ഇൻട്രോ. സെക്ഷൻ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിനെ വീണ്ടും എന്താകുന്നുണ്ട്, സബ് ക്ലോസ് ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സിമ്പിൾ ആണ് പഠിക്കാൻ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? പോയിന്റ് ഒക്കെ ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? സോ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നോക്കി നോക്കാം. സെക്ഷൻ 7 ഇൻക്ലൂഡ് ആണ് പറയുന്നത് അല്ലേ? സെക്ഷൻ 7 ഇൻക്ലൂഡ് ആണ് പറയുന്നത്. സപ്ലൈയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ഇതിനെ തന്നെ സബ്സെക്ഷൻ 1 ക്ലോസ് ആയിട്ട് എ പറയുന്നുണ്ട്, എ പറയുന്നുണ്ട്, ബി പറയുന്നുണ്ട്, സി പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ സബ് ക്ലോസ് എക്കകത്ത് എന്താണെന്ന് പറയുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കി നോക്കിയാലോ? എക്കകത്ത് എന്താണ് പറയുന്നത് നോക്കി നോക്കാം. ഓക്കെ, സെക്ഷൻ 7 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് എ, അതിനകത്ത് എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കി നോക്കാം. അതിനകത്ത് സപ്ലൈയുടെ മീനിങ് ആണ് പറയുന്നത്. അതായത് പ്രധാനമായിട്ടും
നമുക്ക് 3 കണ്ടീഷൻ വരുന്നുണ്ട്. ആ 3 കണ്ടീഷൻസും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ സിമ്പിൾ ആയിട്ട് എന്ത് വിളിക്കാം? സപ്ലൈ എന്ന് വിളിക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഇത് നോക്കി നോക്കൂ. അതായത് സപ്ലൈ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, സപ്ലൈ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ 3 കണ്ടീഷൻ വരുന്നുണ്ട്. ഇവിടെ കാണുന്നുണ്ടോ? ഗുഡ്സ് ഓർ സർവീസ് ആയിരിക്കണം സെയിൽ ചെയ്യണത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണത്, എന്തോ ആയിക്കോട്ടെ. അവിടെ സപ്ലൈ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന എന്താവണം? ഒന്നല്ലെങ്കിൽ ഗുഡ്സ് ആവണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? സർവീസ് ആയിരിക്കണം. ദെൻ പിന്നെന്താ ഇവിടെ പറയുന്നത്? രണ്ടാമത്തെ കണ്ടീഷൻ, നമുക്ക് എന്തിരിക്കണം? തിരിച്ചൊരു കൺസിഡറേഷൻ ഇങ്ങോട്ട് കിട്ടിയിരിക്കണം. ഓക്കെ. മൂന്നാമത്തെ കണ്ടീഷൻ എന്താ? ഇൻ ദി കോഴ്സ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ്. അതെന്തായിരിക്കണം? നമ്മൾ സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം. ഇങ്ങനെ 3 കണ്ടീഷൻ ഒരുമിച്ച് വരികയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? സിമ്പിൾ ആയിട്ട് സപ്ലൈ എന്ന് വിളിക്കാം. ഓക്കെ ആണോ? എന്തൊക്കെയാണ്? ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ആയിരിക്കണം, പിന്നെന്താണ്? കൺസിഡറേഷൻ കിട്ടിയിരിക്കണം, ദെൻ ബിസിനസ് പർപ്പസിനായിരിക്കണം. ഓക്കെ ആണോ? അതിനെ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് പറയാം. അപ്പോ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു മൊബൈൽ ഫോൺ വാങ്ങണം. ഓക്കെ, മൊബൈൽ ഫോൺ വാങ്ങാണ്. അത് എനിക്ക് പേഴ്സണലി എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി, എന്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഒരു മൊബൈൽ ഫോൺ വാങ്ങണം. അത് സപ്ലൈ ആണോ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കാം. അത് സപ്ലൈ ആണോ അല്ലേ? മൊബൈൽ ഫോൺ വാങ്ങാണ്, എന്റെ പേഴ്സണൽ പർപ്പസിനാണ് ഞാൻ വാങ്ങുന്നത്. ഒരിക്കലും എന്തല്ല, സപ്ലൈ അല്ലേ. കാരണം എന്താ? അത് ബിസിനസ് പർപ്പസിനല്ലേ. ഓക്കെ. ദെൻ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എനിക്കൊരു മൊബൈൽ ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യാണ്? അവിടുത്തെ ഒരു മൊബൈല് എൻ്റെ ഒരു ഫ്രണ്ടിന്, എൻ്റെ ഒരു കസ്റ്റമറിന് ഞാൻ എന്ത് ചെയ്യണം? ഫ്രീ ആയിട്ട് കൊടുക്കണം. അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്താൽ അത് സപ്ലൈ ആണോ? നോക്കിയിട്ട് പറയൂ, സപ്ലൈ ആണോ? ഒരിക്കലല്ല. കാരണം എന്താ? നമുക്ക് അവിടെ കൺസിഡറേഷൻ കിട്ടുന്നില്ല, ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് എന്തല്ല, അത് സപ്ലൈ അല്ല. ഓക്കെ. അപ്പോ ഈ ഒരു 3 കണ്ടീഷനും ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിലാണ് അതിനെ എന്ത് വിളിക്കുന്നത്? നമ്മൾ സപ്ലൈ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ദെൻ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, ഈ 3 കണ്ടീഷൻ ഒരുമിച്ച് വരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ്, ഇതൊക്കെ എന്താണ്? എന്താ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? എന്താ സർവീസ് എന്ന് പറഞ്ഞാൽ? ഓക്കെ ഓക്കെ അല്ലെ? സിമ്പിൾ ആയിട്ട് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ്സ് എന്താണ് അല്ലെങ്കിൽ സർവീസ് എന്താണെന്നുള്ളതൊക്കെ അറിയാം. ഗുഡ്സ് എന്ന് പറയുന്നത് CGST ആക്ടിനകത്ത് സെക്ഷൻ 2 സബ്സെക്ഷൻ 52-നകത്താണ് എന്ത് പറയുന്നത്? ഗുഡ്സ് എന്താണ്, അതിന്റെ മീനിങ് എന്താണെന്നുള്ളത് പറയുന്നത്. അപ്പോ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. സോ നമുക്ക് ഇവിടെ കാണുന്നില്ലേ? ഇവിടെ നോക്കി നോക്കൂ. പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? മനസ്സിലാവണില്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാം. ഓക്കെ. ഇവിടെ ഗുഡ്സ് ഉണ്ട്, സർവീസ് എന്താന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. നമുക്ക് 1 വേർഡ്സ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് യൂസ്ഫുൾ ആവും. ഓക്കെ. ഗുഡ്സ് എന്താന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 252-നകത്താണ് പറയുന്നത്. എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി, എല്ലാ മൂവബിൾ പ്രോപ്പർട്ടി എന്താണ്? ഗുഡ്സ് ആണ്. മൂവബിൾ പ്രോപ്പർട്ടി ആണോ അത് എന്താണ്? ഗുഡ്സ് ആണ്. അപ്പൊ എന്റെ മൊബൈൽ ഫോൺ ഇതെന്താണ്? മൂവ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി അല്ലേ? മൂവബിൾ പ്രോപ്പർട്ടി ആണ്. എന്താണ്? ഗുഡ്സ്. ഈ ഒരു പെന്ന് ഇതെന്താണ്? ഗുഡ്സ് ആണ്, മൂവബിൾ പ്രോപ്പർട്ടി ആണ്. അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് വിളിക്കാം? ഗുഡ്സ് എന്ന് വിളിക്കാം. ഇനി പറയുന്നുണ്ട് അതർ ദാൻ മണി ആൻഡ് സെക്യൂരിറ്റി. ഈ ക്യാഷ് എന്ന് പറയുന്ന മണി ഇതെന്താണ്? മൂവ് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ ഇതെന്തല്ല, ഇത് ഗുഡ്സിന്റെ ഇനത്തിൽ പെടൂല. കാരണം ഇത് ഗുഡ്സ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യൂല. മനസ്സിലായോ? അതുപോലെ സെക്യൂരിറ്റി, സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പോ ഞാൻ ടാറ്റ ലിമിറ്റഡിന്റെ ഒരു ഷെയർ വാങ്ങിയോണ്ട് അത് വിൽക്കാണ്. അതെന്തല്ല, ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യൂല. ഓക്കെ. അത് നമുക്ക് ഗുഡ്സ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഓക്കെ ആണോ? അപ്പോ എല്ലാ മൂവബിൾ പ്രോപ്പർട്ടിയും എന്താണ്? ഗുഡ്സ് ആണ്. അതർ ദാൻ മണി ആൻഡ് സെക്യൂരിറ്റി. മണി സെക്യൂരിറ്റി എന്തല്ല? ഗുഡ്സ് അല്ല. സിമ്പിൾ അല്ലേ? ഇതാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ, ബട്ട് ഇൻക്ലൂഡ്സ് ആക്ഷണബിൾ ക്ലെയിം. ആക്ഷണബിൾ ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയോ? ആക്ഷണബിൾ ക്ലെയിം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ്, നിങ്ങൾക്ക് അറിയില്ലേ? ഈ സംഭവത്തിനൊക്കെയാണ് എന്ത് പറയുന്നത്? ആക്ഷണബിൾ ക്ലെയിം എന്ന് പറയുന്നത്. ഇതെന്താണ്? ഇത് ഗുഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ട്രാൻസാക്ഷനോ സെയിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? GST-യുടെ ആപ്ലിക്കേഷൻ വരും. മനസ്സിലായോ? അതുപോലെ ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ് ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ടു ഫോമിംഗ് പാർട്ട് ഓഫ് ദി ലാൻഡ്.
അതായത് എന്ന് പറയുന്നത് ഗ്രോയിങ് ക്രോപ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ നമ്മുടെ പാടത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഈ പാടത്ത് നമ്മൾ കൃഷിയൊക്കെ ചെയ്യൂലേ, അതിലിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നെൽകൃഷി. ഞാൻ എന്ത് ചെയ്യണം, നെല്ല് അതിൻ്റെ അകത്ത് നിന്നും എടുത്തിട്ട് ഞാൻ സെയിൽ ചെയ്യാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് വിളിക്കാം, ഗുഡ്സ് എന്ന് വിളിക്കാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, വിച്ച് അഗ്രീഡ് ടു ബി സെർവ്ഡ് ബിഫോർ സപ്ലൈ ഓർ അണ്ടർ എ കോൺട്രാക്ട് ടു സപ്ലൈ. അത് എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാണ്, നെല്ല്, എനിക്കൊരു പാടമുണ്ടെന്ന് വിചാരിക്കും, ഒരു വയലുണ്ട്, അതിനകത്ത് ഞാൻ നെൽകൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്, അത് നെല്ല് വിളവെടുപ്പ് ടൈം ആയപ്പോ ആ നെല്ല് ഞാൻ എന്ത് ചെയ്യാണ്, പറിച്ചിട്ട് ഞാൻ സെയിൽ ചെയ്യാണ്. സെയിൽ ചെയ്യണത് 5 ലക്ഷത്തിനാണെന്ന് വിചാരിക്കും. ഓക്കെ, 5 ലക്ഷത്തിനാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. ഇങ്ങനെ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം, അത് ഗുഡ്സ് ആണ്. ഓക്കെ അല്ലേ? എന്നാൽ ഞാൻ എന്ത് ചെയ്യാണ്, ആ നെല്ലും ആ നെല്ല് നിൽക്കുന്ന പാടം, ആ പാടവും നെല്ലും ഒരുമിച്ച് ആ ഒരു ലാൻഡ് മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഒരാൾക്ക് സെയിൽ ചെയ്യാണ്. അത് വിൽക്കുന്നത് 50 ലക്ഷത്തിനാണെന്ന് വിചാരിക്കും. ആ പ്രോപ്പർട്ടി മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്, സെയിൽ ചെയ്യാണ്. സെയിൽ ചെയ്താൽ ഇത് എന്താവില്ല, ഇത് നമുക്ക് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റൂല. മനസ്സിലായോ? പറഞ്ഞ പോയിന്റ് പിടിക്കുവോ? അതായത് നമ്മൾ അതിൽ നിന്ന് പറിച്ചുകൊണ്ട് എടുത്ത് വിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ഗുഡ്സ് ആണ്, അല്ലെങ്കിൽ മൊത്തത്തിൽ വിൽക്കണമെന്നുണ്ടെങ്കിൽ അതല്ല, ഗുഡ്സ് അല്ല. കാരണം എന്താ, ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളത് മൊത്തത്തിൽ എടുത്ത് വിൽക്കുമ്പോൾ അത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ലേ? ആ ഒരു വയല് എന്ന് പറയുന്നത്, ആ ഒരു പാടം ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അല്ലേ? അപ്പോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്തല്ല, ഗുഡ്സ് അല്ല. ഓൾ മൂവബിൾ പ്രോപ്പർട്ടി ആണ് എന്ത്, ഗുഡ്സ് ആയിട്ട് വരുന്നത്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്തല്ല, ഗുഡ്സ് അല്ല. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സപ്ലൈ വരുന്ന ചില എക്സംഷൻ കേസൊക്കെ ഉണ്ട്, അത് നമ്മൾ പഠിക്കും. അപ്പൊ എന്ത് മനസ്സിലാക്കുക, ഇങ്ങനെ കേസ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? അപ്പോ നമ്മൾ ഗുഡ്സ് എന്താണ് എന്ന് പഠിച്ചു അല്ലെ? മൂവ് ചെയ്യുന്ന എല്ലാതും എന്താണ്, ഗുഡ്സ് ആണ്. ഓക്കെ. അപ്പോ ബിൽഡിംഗ് എന്താ, ബിൽഡിംഗ് മൂവ് ചെയ്യുന്നതാണോ? അല്ല, ഒരു മൂവബിൾ പ്രോപ്പർട്ടിയാണ്. എന്തല്ല, ഗുഡ്സ് അല്ല. ഓക്കെ. അപ്പോ മൂവ് ചെയ്യുന്ന എല്ലാതും ഗുഡ്സ് ആണ്, മണി സെക്യൂരിറ്റി എന്തല്ല, ഗുഡ്സ് അല്ല എന്ന് പറഞ്ഞു. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ്സിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആണ്, എല്ലാ മൂവബിൾ പ്രോപ്പർട്ടി എന്താണ്, ഗുഡ്സ് ആണ്. പിന്നെന്താണ്, ആക്ഷനബിൾ ക്ലെയിം എന്താണ്, ഗുഡ്സ് ആണ്. നമ്മുടെ ലോട്ടറി ഒക്കെ എന്താണ്, ഗുഡ്സ് ആണ്. പിന്നെ ഗ്രോയിങ് ക്രോപ്സ് ഇങ്ങനെ പറഞ്ഞ ഈ ഐറ്റം എന്താണ്, അതും ഗുഡ്സ് ആണ്. എന്തെല്ലാം എക്സ്ക്ലൂഡ് ആണ്, മണി എക്സ്ക്ലൂഡ് ആണ്, സെക്യൂരിറ്റി എക്സ്ക്ലൂഡ് ആണ്. ഓക്കെ. അതുപോലെ എന്താണ്, നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ലാൻഡ് മൊത്തത്തിലൊക്കെ വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതെന്തല്ല, അതും ഗുഡ്സ് അല്ല. അപ്പൊ ഈ 3 ഐറ്റം എന്തല്ല, ഗുഡ്സിൽ ഇൻക്ലൂഡ് അല്ല. അപ്പൊ ഇതിന്റെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് വരില്ല, അത് സപ്ലൈ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യൂല, അവിടെ GSTയും വരത്തില്ല. ഓക്കെ ആണോ? അപ്പൊ ഗുഡ്സ് എന്താണ് എന്നുള്ളത് മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സർവീസ് എന്താണെന്നുള്ളത് നോക്കി നോക്കാം. അവിടെ കാണുന്നുണ്ടല്ലോ സ്ക്രീനിൽ, ഒന്ന് വായിച്ചു നോക്കൂ. സർവീസ് എന്ന് പറയുന്നത് അത് അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഏതിലാണ്, സെക്ഷൻ 2 സബ് നോട്ട് സബ്സെക്ഷൻ 102. ഗുഡ്സ് ഏതിലായിരുന്നു, സെക്ഷൻ 252. ഇതിനകത്തൂടെ നമുക്കൊരു 50 കൂടെ കൂട്ടിയാൽ 102, 102-നകത്താണ് എന്ത് പറയുന്നത്, സർവീസ് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സർവീസ് എന്താണെന്നുള്ളത് സിമ്പിൾ ആയിട്ട് നോക്കി നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർവീസ് മീൻസ് എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്, മണി ആൻഡ് സെക്യൂരിറ്റീസ്. എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്, ഗുഡ്സ് അല്ലാത്ത എല്ലാതും എന്താണ്, സർവീസ് ആണ്. പിന്നെന്തല്ല, മണി സെക്യൂരിറ്റീസ് എന്തല്ല, സർവീസ് അല്ല. അപ്പോ നമുക്കൊരു കാര്യം അറിയാം, മണി സെക്യൂരിറ്റീസ് ഗുഡ്സും അല്ല, മണി സെക്യൂരിറ്റീസ് എന്തല്ല, സർവീസും അല്ല. അപ്പോൾ നമ്മൾ ക്യാഷ് നമ്മുടെ ഒരു ഫ്രണ്ടിന് കൊടുത്തു കഴിഞ്ഞാൽ അത് സപ്ലൈ ടു ട്രീറ്റ് ചെയ്യൂ, ഒരിക്കലും ഇല്ല. കാരണം എന്താ, മണി സെക്യൂരിറ്റി അല്ല, സോറി, മണി എന്തല്ല, ഗുഡ്സും അല്ല, സർവീസും അല്ല. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഷെയർ വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് സപ്ലൈ ആണോ? അല്ല. അത് എന്തല്ല, ഗുഡ്സും അല്ല, സർവീസും അല്ല. അപ്പൊ മണി സെക്യൂരിറ്റി എന്തല്ല, ഗുഡ്സും അല്ല, സർവീസും അല്ല. ക്ലിയർ ആണോ? മനസ്സിലായോ? അതാണ് ഇതിനകത്ത് പറയുന്നേ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ.
അപ്പോ സർവീസിനകത്ത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സ്, മണി, സെക്യൂരിറ്റീസ്, ഇത് മൂന്നും അല്ലാത്ത എല്ലാതും എന്താണ്? സർവീസ് ആണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരുന്നു, ടീച്ചിങ്, ഇതെന്താണ്? ഒരു സർവീസ് അല്ലേ? ഇപ്പൊ നമ്മൾ ഓഡിറ്റിംഗ് ചെയ്യുന്നത് അതൊരു സർവീസ് ആണ്. ഹോസ്പിറ്റൽ സർവീസ് ആണ് അല്ലെ? ഇങ്ങനെ ഒരുപാട് സർവീസ് ഉണ്ട്. ഇത് മൂന്നും അല്ലാത്ത എല്ലാതും എന്താണ്? സർവീസ് ആണ്. ഇനി സർവീസിൽ പ്രത്യേകം ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളും എന്താണ്? സർവീസ് ആണ്. നമ്മൾ പഠിച്ചു മണി, ക്യാഷ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിപാടികളൊന്നും സർവീസ് അല്ല, അതുകൊണ്ട് സപ്ലൈ അല്ല, GST വരില്ല എന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ മണി, ക്യാഷ് യൂസ് ചെയ്തുകൊണ്ടുള്ള ചില ആക്ടിവിറ്റീസ് എന്താണ്? സർവീസ് ആണ്. കുറച്ച് എക്സെപ്ഷൻ കേസ് പറയുന്നുണ്ട്, നമുക്ക് നോക്കി നോക്കാം. ബട്ട് ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു ദി യൂസ് ഓഫ് മണി ഓർ ഇറ്റ്സ് കൺവേർഷൻ. അതായത് നമ്മൾ ക്യാഷ് യൂസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുക, അല്ലെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? ക്യാഷ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തെല്ലാം ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടാവും? ഒന്ന് പറഞ്ഞേ. ക്യാഷ് യൂസ് ചെയ്ത് നമ്മൾ ഇപ്പോൾ ലോൺ കൊടുക്കുന്ന എന്താണ്? ക്യാഷ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ലേ? അപ്പോ അതെന്താണ്? അത് സർവീസ് ആണ്. ഓക്കെ, അവിടെ എന്താണ്? അപ്പൊ നമുക്കതിനെ സപ്ലൈ എന്ന് വിളിക്കും. സർവീസോ ഗുഡ്സോ ആയി കഴിഞ്ഞാൽ, നമ്മൾ സപ്ലൈ ചെയ്യുന്നത് സർവീസോ ഗുഡ്സോ ആയി കഴിഞ്ഞാൽ നമുക്കതിനെ എന്ത് വിളിക്കാം? സപ്ലൈ എന്ന് വിളിക്കാം. അപ്പോ ക്യാഷ് യൂസ് ചെയ്തുകൊണ്ടുള്ള ആക്ടിവിറ്റി സർവീസ് ആണ്. അതുപോലെ ഇറ്റ്സ് കൺവേർഷൻ, അതെന്തൊക്കെയാവാം? ബൈ അനദർ മോഡ്, കറൻസി ടു അനദർ കറൻസി, വൺ ഫോം ടു അനദർ ഫോം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യൂലേ? നമ്മുടെ ഇന്ത്യൻ കറൻസി എന്ത് ചെയ്യും? റുപ്പീസ് ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതിനിടയിലൊക്കെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു കമ്മീഷൻ പോകും. ആ ഒരു കമ്മീഷൻ പോകുന്നത് എന്താണ്? നമുക്ക് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അതുപോലെ എന്താണ്? നമ്മൾ ചെക്ക് ക്യാഷ് ആക്കി മാറ്റുക, സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെക്ക് ക്യാഷ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ ഡീഡാക്കി കൺവേർട്ട് ചെയ്യാം. ഇങ്ങനെ കൺവേർഷൻ, ക്യാഷ് കൊണ്ട് നടക്കുന്ന കൺവേർഷൻ ഒക്കെ എന്താണ്? നമുക്ക് സർവീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ കൺവേർഷൻ നടന്നു കഴിഞ്ഞാൽ അതെന്താണ്? സപ്ലൈ ആണ്. അപ്പൊ നമ്മൾ എന്താണ് പഠിക്കുന്നത്? സപ്ലൈയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യമാണ് പഠിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് വന്നേ സെക്ഷൻ 7 സബ്സെക്ഷൻ 1 സബ്ക്ലോസ് A. നമ്മൾ സപ്ലൈയുടെ മീനിങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മീനിങ്ങിൽ 3 കണ്ടീഷൻ ഉണ്ട്. എന്തൊക്കെയാണ്? ഗുഡ്സ് സർവീസ് ആയിരിക്കണം, പിന്നെ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം, ബിസിനസ് പർപ്പസിനായിരിക്കണം. അപ്പൊ നമ്മൾ അതിലുള്ള ഗുഡ്സ് എന്തൊക്കെയാണ്, സർവീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇവിടുന്ന് വന്ന ട്രാക്ക് മനസ്സിലായില്ലേ? യെസ്. അപ്പൊ നമ്മൾ സർവീസ് എന്താന്നുള്ളത് പഠിച്ചു. എന്തൊക്കെയാണ്? അപ്പൊ സർവീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? മണി യൂസ് ചെയ്തുകൊണ്ടുള്ള ആക്ടിവിറ്റീസ്, അത് നമുക്ക് സർവീസ് ആണെന്ന് പറയാം. പിന്നെ മണി കൺവേർഷൻ ചെയ്യുന്നത്, അത് നമുക്ക് എന്താണ്? സർവീസ് ആണെന്ന് പറയാം. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, നമ്മൾ സെക്യൂരിറ്റി നോർമലി എന്തല്ല? സർവീസ് അല്ല, സപ്ലൈ അല്ല. അത് പിന്നെ അതിലൊരു എക്സംഷൻ കേസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മണിക്ക് എക്സംഷൻ കേസ് പറഞ്ഞില്ലേ? ക്യാഷിന് എക്സംഷൻ കേസ് പറഞ്ഞു. അതുപോലെ സെക്യൂരിറ്റിക്ക് എന്തുണ്ട്? എക്സംഷൻ കേസ് ഉണ്ട്. ഇവിടെ നോക്കൂ, സർവീസസ് ഇൻക്ലൂഡ്സ് ഫെസിലിറ്റേറ്റിംഗ് ഓർ അറേഞ്ചിങ് ട്രാൻസാക്ഷൻ ഇൻ സെക്യൂരിറ്റീസ്. അവിടെ ഞാൻ സെക്യൂരിറ്റീസിന് എന്താ എക്സാമ്പിൾ പറഞ്ഞേ? നമ്മൾ ഷെയർ വാങ്ങുന്നതും വിൽക്കുന്നതും ഒക്കെ എന്താണ്? സെക്യൂരിറ്റി കാര്യങ്ങളാണ്. അതെന്തല്ല? സർവീസ് അല്ല എന്ന് പറഞ്ഞു അല്ലെ? അത് സർവീസും അല്ല, ഗുഡ്സും അല്ല എന്നുള്ളത് പറഞ്ഞു. എന്നാൽ സെക്യൂരിറ്റി, ഈ ഒരു ഷെയർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കാര്യം, അതെന്താണ്? സർവീസ് ആണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫെസിലിറ്റേറ്റിംഗ് ഓർ അറേഞ്ചിങ് ട്രാൻസാക്ഷൻ. നമ്മൾ സെക്യൂരിറ്റി, ഇപ്പൊ ഞാൻ ടാറ്റ ലിമിറ്റഡിന്റെ ഷെയർ ഡയറക്റ്റ് വാങ്ങിച്ചു, സെയിൽ ചെയ്തു, അതെന്തല്ല? സെക്യൂരിറ്റി. അത് സർവീസും അല്ല, ഗുഡ്സും അല്ല. എന്നാൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ ഷെയർ വാങ്ങിക്കുന്നത് ഒരു ബ്രോക്കറേജ് ത്രൂ ആണ്. ഒരു ബ്രോക്കറേജ് വഴിയാണ് ഞാൻ ഈ ഷെയർ വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രോക്കറിന് ഒരു കമ്മീഷനും കാര്യങ്ങളൊക്കെ പോകൂലേ? ഇങ്ങനെ പോകുന്ന കമ്മീഷൻ എന്താണ്? അവർ കമ്മീഷനൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? സർവീസ് ആണ്. ഓക്കെ, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? അപ്പോ സപ്ലൈ എന്ന് വിളിക്കാം. മനസ്സിലായോ? സപ്ലൈ എന്ന് വിളിക്കും. ബ്രോക്കറേജിന് പോകുന്ന കമ്മീഷൻ സർവീസ് ആണ്. അപ്പോ ആ ഒരു സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ എന്താണ്? സപ്ലൈ ആണ്. മനസ്സിലായോ? അപ്പോ സിമ്പിൾ ആയിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം. സെക്യൂരിറ്റിയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആണ്? സോറി, സർവീസിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആണ്? ഗുഡ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സർവീസിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആണ്?
യൂസ്, മണി ഓഫ് യൂസ്, ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു യൂസ് ഓഫ് മണി, പിന്നെ അതിന്റെ കൺവേർഷൻ, പിന്നെ എന്താണ് സെക്യൂരിറ്റി യൂസ് ചെയ്തുകൊണ്ടുള്ള ഫെസിലിറ്റേറ്റിംഗ് ഓർ അറേഞ്ചിങ്, ബ്രോക്കറേജ് ത്രൂ ഉള്ള സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ഒക്കെ എന്താണ്, അത് സർവീസ് ആണ്. എക്സ്ക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാ, ഗുഡ്സ്, മണി, സെക്യൂരിറ്റീസ്, ഇത് മൂന്നും എന്തല്ല, സർവീസ് അല്ല. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ ആ ഒരു മീനിങ് എന്നാണ് ഇവിടെ വന്നത് അല്ലേ. സപ്ലൈ എന്താണെന്നുള്ളതാണ് പറഞ്ഞത്, ഗുഡ്സ് ഓർ സർവീസ് ആയിരിക്കണം. അപ്പൊ നമുക്കറിയില്ലേ ഗുഡ്സ് എന്തൊക്കെ, ഇപ്പൊ ഒരു ഐറ്റം തന്നു കഴിഞ്ഞാൽ അത് ഗുഡ്സ് ആണോ സർവീസ് ആണോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ലേ അല്ലെ, അത് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യൂ എന്നുള്ളതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ, ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ. അപ്പോ ഗുഡ്സ് എന്താ സർവീസ് എന്താന്നുള്ളത് പറഞ്ഞു. ഇനി നമുക്ക് കൺസിഡറേഷൻ എന്തൊക്കെയാണെന്നുള്ളത് അറിയണം. പിന്നെ എന്താണ്, ബിസിനസ് പർപ്പസിനുള്ളതായിരിക്കണം. ഇത് മൂന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് എന്തിനെ വിളിക്കുക, സപ്ലൈ എന്ന് വിളിക്കുക. അപ്പോ ഗൈസ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് പഠിക്കാം, കൺസിഡറേഷനും ബിസിനസ്സും പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സപ്ലൈ എന്നുള്ള ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് സപ്ലൈ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ? സോ ഗൈസ് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.